ഗായ്സ് വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന എറേഴ്സ് ആണ്. എറേഴ്സ് ഒരുപാട് തരത്തിലുണ്ട്. പക്ഷേ എന്നാൽ തന്നെയും അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ എറേഴ്സ് ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് കോമൺ ആയതുകൊണ്ട് തന്നെ പോട്ടെ ഇഗ്നോർ ചെയ്യാം എന്നുള്ളതല്ല. ഈ എറേഴ്സ് എപ്പോഴും മിനിമൈസ് ആയിരിക്കണം. കാര്യം ലാർജ് എറേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാകും. അത് പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക, ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ബേസിക്കലി എറേഴ്സ് രണ്ട് ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സിസ്റ്റമിക് ആൻഡ് റാൻഡം. അതായത് ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിനേറ്റും ഉണ്ട്, ഇൻഡിറ്റർമിനേറ്റ്, സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം എറേഴ്സ്. സോ എന്താണ് ഡിറ്റർമിനേറ്റ് എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള എറേഴ്സ്, ദ എറേഴ്സ് ഹാവിങ് ഡെഫിനറ്റ് വാല്യൂ ആൻഡ് അസൈനബിൾ കോസ്റ്റ്. സോ നമുക്കറിയാം സ്പെസിഫിക് ആണ്, അതിന് നമുക്ക് സ്പെസിഫിക് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. സോ ദേ ആർ ഇൻ പ്രിൻസിപ്പൽ അവോയ്ഡബിൾ ആൻഡ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് അക്കൗണ്ടഡ് ഫോർ. അതായത് നമുക്ക് ഇത് മെഷർ ചെയ്യാൻ പറ്റും, നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കും, കണക്കുണ്ടായിരിക്കും, നമുക്ക് ഒഴിവാക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നൊരു എററാണ് എന്ത് സിസ്റ്റമിക് അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് എറർ. സോ ബേസിക്കലി പേഴ്സണൽ എറർ, ഇൻസ്ട്രുമെന്റൽ എറർ, റീജിയൻ എറർ ഒക്കെയാണ് എക്സാമ്പിൾ. രണ്ടാമത് വരുന്നത് ഇൻഡിറ്റർമിനന്റ് ആണ്, റാൻഡം എറർ. സോ ഇവിടെ നമുക്ക് എറേഴ്സുകൾ നമുക്ക് സ്പെസിഫിക് റീസൺ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇത് മേ ബി കൂടാം അല്ലെങ്കിൽ കുറയാം. സോ നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രഡിക്റ്റബിൾ അല്ല എന്നുള്ളതാണ്. സോ എത്ര വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. സോ ഇത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ദീസ് എറേഴ്സ് കനോട്ട് ബി ആട്രിബ്യൂട്ട് ടു സ്പെസിഫിക് റീസൺ. ദേ ആർ റാൻഡം ഇൻ നേച്ചർ ആൻഡ് ഗീവ് റൈസ് ടു ബോത്ത് ഹൈ ആൻഡ് ലോ റിസൾട്ട് വിത്ത് ഈക്വൽ പ്രോബബിലിറ്റി. സോ ഒന്നെങ്കിൽ കൂടാം ഇല്ലെങ്കിൽ കുറയാം, ഇത് എങ്ങനെ വേണമെങ്കിലും വന്നേക്കാം എന്നുള്ളതാണ്. ദേ ഫോം ദ അൾട്ടിമേറ്റ് ലിമിറ്റേഷൻ ഓൺ ദി മെഷർമെന്റ്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞതുപോലെ ഡിറ്റർമിനന്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഡിറ്റർമിനന്റ്. സോ ഇനി ടൈപ്പ് ഓഫ് ഡിറ്റർമിനന്റ് എറേഴ്സ് നോക്കാം. പേഴ്സണൽ എറർ ഞാൻ പറഞ്ഞു. ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും മെത്തേഡ്സുകൾ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു എറർ ആകാം. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് ആണ് ബേസിക്കലി പേഴ്സണൽ എറേഴ്സിൽ പറയുന്നത്. രണ്ട് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് ആണ്. സോ ബേസിക്കലി PH മീറ്റർ, ബാലൻസ് സ്പെക്ട്രോമീറ്റർ ഒക്കെ ഏതെങ്കിലും കാലിബ്രേറ്റ് ചെയ്യാത്ത, പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് അൺകാലിബ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫോൾട്ടി ആയിട്ട് ഡാമേജ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കിങ്ങനെ വരാം എന്നുള്ളതാണ്. അടുത്ത റിയേജൻ്റ് എററാണ്. നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കാം. ഇനി അത് മാത്രമല്ല കോൺസ്റ്റന്റ് ആൻഡ് പ്രൊപ്പോർഷണൽ എറർ, ഏതെങ്കിലും തരത്തിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു എറർ വരുന്ന കാരണത്താൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ സാമ്പിൾ സൈസൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടൊരു എറർ വന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിറ്റർമിനന്റ് എറർ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ മെഷർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് മെത്തഡോളജി ആൻഡ് അഡിക്റ്റീവ് എറേഴ്സ് ആണ്. സോ എറേഴ്സ് ഡ്യൂ ടു മെത്തഡോളജി. സോ ഇംപ്രോപ്പർ ആയിട്ടുള്ള സാമ്പിളിംഗ് കാരണമോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള റിയാക്ഷൻ കാരണം നമുക്ക് സീരിയസ് ആയിട്ടുള്ള എറേഴ്സുകൾ ഉണ്ടാകാം എന്നുള്ളതാണ്. ആൻഡ് അഡിക്റ്റീവ് എറേഴ്സ്, സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വെയിറ്റ് വേരിയേഷൻ അല്ലെങ്കിൽ ക്രൂസിബിളിൻ്റെ ഒക്കെ ലോസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഇൻസിൻറേറ്റ് ചെയ്യുമ്പോൾ ക്രൂസിബിളിൻ്റെ വെയിറ്റ് വേരിയേഷൻ കാരണം നമുക്ക് എന്ത് ചെയ്യാം, അഡിക്റ്റീവ് എറേഴ്സുകൾ വരാം എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇൻഡിപെൻഡന്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദ ആസ് എ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അഡിക്റ്റീവ് എറേഴ്സിന് എക്സാമ്പിൾ പറയുമ്പം. ആൻഡ് എങ്ങനെയാണ് നമുക്ക് അഡിക്റ്റീവ് എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക? സോ എങ്ങനെ ചെയ്യാം, നമുക്ക് അസേർട്ടിങ് ബൈ ടേക്കിംഗ് സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് വേ ടു ഐഡൻറ്റിഫൈ കൺസിസ്റ്റൻറ്റ് ഡിസ്ക്രിപ്പൻസി. സോ ബേസിക്കലി നമ്മൾ ഇപ്പോൾ നമുക്ക് അഡിക്റ്റീവ് എറർ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് എടുത്തുകൊണ്ട് നമ്മൾ പല സെറ്റിൽ നമ്മൾ റാൻഡം ആയിട്ട് എടുത്ത് നമ്മൾ നോക്കും കേട്ടോ, വെയിറ്റിൽ വേരിയേഷൻ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡിക്റ്റീവ് എറേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. സോ ബേസിക്കലി ടൈപ്പ് ഓഫ് എറേഴ്സിൽ പേഴ്സണൽ, ഇൻസ്ട്രുമെന്റൽ, റിയേജന്റ്, കോൺസ്റ്റന്റ് പറഞ്ഞു. ഇത് ഡിറ്റർമിനന്റ് ആണ് ഞാൻ പറഞ്ഞു, മറന്നു പോകരുത്. സോ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ ഓൾറെഡി പേഴ്സണൽ, ഇൻസ്ട്രുമെന്റൽ, റിയേജന്റ് നമ്മൾ പറഞ്ഞത് അല്ലേ. സോ ഇൻഡിറ്റർമിനന്റ് ഞാൻ പറഞ്ഞു, അത് നമുക്ക് സ്പെസിഫിക് റീസൺ ഉണ്ടാകണം എന്ന് ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. സോ പേഴ്സണൽ എറേഴ്സിലാണ് മെത്തഡോളജിയിൽ വരുന്ന പ്രശ്നങ്ങൾ, പ്രൊസീജിയറിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സോ മെത്തഡോളജിയിൽ വരുന്ന എറേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ അഡിക്റ്റീവ് എറേഴ്സ് പറഞ്ഞു, എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിറ്റർമിനന്റ് എറേഴ്സ് ആണ്. സോ എന്തൊക്കെയുണ്ട് ക്യാരക്ടേഴ്സ്? ഫസ്റ്റ് വൺ ഈസ് റിപ്പീറ്റഡ് മെഷർമെന്റ്സ്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് മെഷർ ചെയ്യണം, നമ്മൾ വീണ്ടും മെഷർ ചെയ്താൽ മാത്രമേ ഇതിലെന്തെങ്കിലും എറർ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇനി അത് മാത്രമല്ല
അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്കതിനൊരു കാരണം തന്നെ നമുക്ക് ചില സമയത്ത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. മേ ബി ടെമ്പറേച്ചർ വേരിയേഷൻ ആകാം, ഇലക്ട്രോണിക് നോയ്സ് ആകാം, ബിൽഡിങ്ങിൻ്റെ വൈബ്രേഷൻ ആകാം. അപ്പോൾ ഇങ്ങനെ എന്ത് കാരണം വേണമെങ്കിലും എറേഴ്സിന് കാരണമാകാം. ആൻഡ് ഒബ്സർവ് ഡിപ്പെൻഡൻസി, അതായത് എന്താണോ കാരണമായിട്ടുള്ളത്, വാട്ട് അപ്പിയേഴ്സ് റാൻഡം ടു വൺ അനലിസ്റ്റ് മേ ബി എവിഡന്റ് ആൻഡ് മാനേജബിൾ ടു എ കെയർഫുൾ ഒബ്സർവേഷൻ. ചില സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ വൈബ്രേഷൻ, ഇലക്ട്രോണിക് നോയ്സ്, അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കാരണമാകാം, നമുക്ക് അൺപ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി പ്രഡിക്റ്റബിൾ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ആക്യുറസി ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രി, ഞാൻ ഓൾറെഡി കഴിഞ്ഞ ടോപ്പിക്കിൽ ആക്യുറസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. സോ ബേസിക്കലി എന്താണ് ആക്യുറസി എന്ന് നോക്കാം. സോ ആക്യുറസി ഡെഫിനിഷൻ നോക്കാം. ആക്യുറസി റെഫേഴ്സ് ടു ഹൗ ക്ലോസ്ലി എ മെഷർ റിസൾട്ട് മാച്ച് ദ ട്രൂ വാല്യൂ ഓഫ് ദി ക്വാണ്ടിറ്റി ബീയിങ് മെഷർഡ്. എത്രത്തോളം ക്ലോസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് ആക്യുറസി എന്ന് പറയുന്നത്. റിലേഷൻ ടു എററുമായിട്ട് എന്ത് റിലേഷനാണ് ആക്യുറസിക്കുള്ളത്? ആക്യുറസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു എററിൻ്റെ കൂടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് ആര്? ആക്യുറസി എന്ന് പറയുന്നത്. ദ ഗ്രേറ്റർ ദ ആക്യുറസി കൂടുകയാണെങ്കിൽ എറർ എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നുള്ളതാണ്. ആൻഡ് ആബ്സല്യൂട്ട് എറർ, എന്താ ആബ്സല്യൂട്ട് എറർ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെരിമെന്റ് വാല്യൂ, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു വാല്യൂയും ആൻഡ് ട്രൂ വാല്യൂ, നമുക്ക് ഓൾറെഡി ഉള്ള ട്രൂ വാല്യൂ, അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുക. എക്സ്പ്രസ് ഇൻ സെയിം യൂണിറ്റ് ആസ് ദ മെഷർമെന്റ്, നമ്മൾ സെയിം യൂണിറ്റിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പം ഈ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെരിമെന്റൽ ആൻഡ് ട്രൂ വാല്യൂ ആണ് എന്ത്? ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞത്. മറന്നു പോകരുത്. ആബ്സല്യൂട്ട് എറർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെരിമെന്റൽ വാല്യൂ ആൻഡ് ദ ട്രൂ വാല്യൂ ആൻഡ് എക്സ്പ്രസ് ഇൻ ദ സെയിം യൂണിറ്റ് ആസ് ദ മെഷർമെന്റ്. എളുപ്പമല്ലേ? സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രിസിഷൻ ആണ് പറയാൻ പോകുന്നത്. സോ പ്രിസിഷൻ എന്ന് പറയുന്നത് ആക്യുറസിയുമായി ചെറിയൊരു ബന്ധമുണ്ട് കേട്ടോ. സോ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. പ്രിസിഷൻ ഇസ് ദ എഗ്രിമെന്റ് എമംഗ് എ ക്ലസ്റ്റർ ഓഫ് എക്സ്പെരിമെന്റൽ റിസൾട്ട്. നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്കമിന് ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. എന്താണ്? ഇൻഡിക്കേറ്റിംഗ് റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് മെഷർമെന്റ്. നമുക്ക് കിട്ടുന്ന മെഷർമെന്റുകൾ ഏകദേശം എന്തായിരിക്കും? എല്ലാ എക്സ്പെരിമെന്റൽ റിസൾട്ടിനും ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ റേഞ്ചിനകത്തായിരിക്കും. എക്സാമ്പിൾ 2 to 3 ഈ എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടണമെന്ന് നമ്മൾ പറയും അല്ലേ? സോ അതിനെയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി റീപ്രൊഡ്യൂസിബിലിറ്റി എന്താ? നിങ്ങൾക്ക് ഒരു സംശയം വരും. അതിന് മുന്നേ റിപ്പീറ്റബിലിറ്റി എന്താണ്, റീപ്രൊഡ്യൂസിബിലിറ്റി എന്താണെന്ന് നമുക്ക് അറിയണം. സോ എന്താണ് റിപ്പീറ്റബിലിറ്റി? റിപ്പീറ്റബിലിറ്റി റെഫേഴ്സ് ടു വിത്തിൻ റൺ പ്രിസിഷൻ, വൈൽ റീപ്രൊഡ്യൂസിബിലിറ്റി റെഫേഴ്സ് ടു ബിറ്റ്വീൻ റൺ പ്രിസിഷൻ അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻ. ഇപ്പൊ എന്ത് മനസ്സിലായി? റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് കണ്ടീഷനിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് റണ്ണ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കം ആണ്. എന്നാൽ റിപ്പീറ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നോർമലി കിട്ടുന്ന ഒരു റൺ പ്രിസിഷൻ ആണ്, വിത്തിൻ റൺ പ്രിസിഷൻ, അതിന് ഉള്ളിൽ കിട്ടുന്ന റിസൾട്ട് ആണ്. എന്നാൽ റീപ്രൊഡ്യൂസിബിലിറ്റി അങ്ങനെയല്ല. നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബിറ്റ്വീൻ റൺ പൊസിഷൻ അണ്ടർ ഡിഫറെന്റ് കണ്ടീഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു നമ്മളൊരു ക്ലസ്റ്റർ ഓഫ് എക്സ്പെരിമെന്റൽ റിസൾട്ടിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റിനകത്ത് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂമായി ബന്ധപ്പെട്ടിരിക്കണം. സോ ഈ പ്രിസിഷന് ആക്യുറസിയുമായി ഏറ്റവും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് കേട്ടോ. അതായത് പ്രിസിഷൻ എന്ന് പറയുന്നത് ആക്യുറസിയുടെ ഒരു പാർട്ട് തന്നെയാണ്. അതായത് ഹൈ പ്രിസിഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആക്യുറസി ഇംപ്ലൈ ചെയ്യുന്നില്ല, എന്നാൽ ആക്യുറസിയുടെ ഒരു പാർട്ടാണ് താനും. അപ്പം മനസ്സിലായല്ലോ എന്താണ് പ്രിസിഷൻ എന്ന്. അപ്പോൾ സിമ്പിളാണ്, കൺഫ്യൂസ്ഡ് ആയിട്ട് പോകണ്ട. സോ നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് മിനിമൈസിങ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. സോ സിസ്റ്റമാറ്റിക് എറേഴ്സ് നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ്, നമുക്കത് ഇൻറ്റൻഷ്യലി ആണ് അല്ലേ. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇൻസ്ട്രുമെന്റ് കാലിബ്രേറ്റ് ചെയ്യാം അല്ലേ. സോ എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യാം? പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് pH മീറ്റേഴ്സ് ഒക്കെ പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പാരറ്റസ് കാലിബ്രേറ്റേഷൻ. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്യൂറേറ്റ്, വോളിമെട്രിക് ഫ്ലാസ്ക് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കാലിബ്രേറ്റ് ചെയ്താൽ മതിയാകും. ആൻഡ് കറക്ഷൻ ഫോർ അൺഅവോയ്ഡബിൾ എറേഴ്സ്. സോ നമുക്ക് ചില എറേഴ്സ് നമുക്ക് അവോയ്ഡബിൾ ആണ്, അല്ലെങ്കിൽ ചില നമുക്ക് അൺഅവോയ്ഡബിൾ ആയിരിക്കും. സോ നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ട് തോന്നുന്നതാണ്, അല്ലെങ്കിൽ ഈ എറർ വന്നാൽ നമ്മുടെ എക്സ്പെരിമെന്റിനെ ബാധിക്കുമെന്ന് തോന്നുന്നതാണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മളത് എന്ത് ചെയ്യണം? അവിടെ നിന്ന് റിമൂവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ പ്രോപ്പർലി നോക്കാതെ, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർലി ടെസ്റ്റ് ഒന്നും റണ്ണ് ചെയ്യാനായിട്ട് പാടില്ല. സച്ച് ഡിഡക്ഷൻ ദ വെയിറ്റ് ഓഫ് നോൺ ഇമ്പ്യൂരിറ്റി ഇൻ എ പ്രസിപ്പിറ്റേറ്റ്. പറയാമെന്നുള്ള നമുക്കൊരു ഇമ്പ്യൂരിറ്റിയുടെ വെയിറ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാതിരിക്കുക, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന കാര്യം, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി സിസ്റ്റമാറ്റിക് എറർ നമുക്ക് എങ്ങനെ ചെയ്യാം?
പാരലൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് വെച്ചുകൊണ്ട് ഒരു അൺനോൺ സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ലാബിലൊക്കെ ചെയ്യാറില്ലേ, എങ്ങനെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, നമുക്കൊരു ടെസ്റ്റ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ പാരലൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ നടത്താം. പാരലൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ ഒരു ടെസ്റ്റും ഉണ്ടാവും, ഒരു സ്റ്റാൻഡേർഡും ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഒരു സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും, അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം അല്ലേ. നെക്സ്റ്റ് വൺ ഈസ് ബ്ലാങ്ക് ഡിറ്റർമിനേഷൻ. എന്താ ബ്ലാങ്ക് ഡിറ്റർമിനേഷൻ? പേര് പറയുന്നത് പറഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ചില സമയങ്ങളിൽ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില വെസൽസുകൾ അല്ലെങ്കിൽ ചില നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ലാബ് യുട്ടൻസിൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സാമ്പിൾ ഇല്ലാതെ നമ്മൾ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. ആ സമയത്ത് ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാബ് ഐറ്റംസിൽ നിന്ന് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു എറർ നമുക്ക് കുറയ്ക്കാം. കാരണം വെച്ചാൽ നമ്മൾ പല എക്സ്പെരിമെൻറ്റും ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ അറിയാതെ വല്ല ഇമ്പ്യൂരിറ്റീസ് വന്നു കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യാം. ആൻഡ് ക്രോസ് ചെക്കിംഗ് റിസൾട്ട്സ് ആണ്. ഒരുപാട് റിസൾട്ട്സുകൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വെച്ചുകൊണ്ട് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ പാരലൽ, ബ്ലാങ്ക് ഡിറ്റർമിനേഷൻ, ക്രോസ് ചെക്കിംഗ് റിസൾട്ട്സ് ആണ് നമുക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് എറർ മിനിമൈസേഷൻ ടെക്നിക്സ് ആണ്. സോ ഇത് സിമ്പിൾ ആണ്. സോ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോകും. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് വൺ ഈസ് മെത്തേഡ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ അഡിഷൻ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അഡിഷൻ തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അറിയാന്നുള്ള ഒരു ക്വാണ്ടിറ്റി ഓഫ് കമ്പോണൻറ്റ് നമ്മൾ സാമ്പിളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ സാമ്പിളുണ്ട്, അറിയുന്ന നോൺ ക്വാണ്ടിറ്റി ഉണ്ട്. ഈ രണ്ട് സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ടോട്ടൽ എമൗണ്ട് അനലൈസ് ചെയ്യുന്നു. ടോട്ടൽ എമൗണ്ട് അനലൈസ് എന്നാണ് പറയുന്നത്. ആഡ് എ നോൺ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്പോണൻറ്റ് ടു ദ സാമ്പിൾ ആൻഡ് അനലൈസ് ഫോർ ദ ടോട്ടൽ എമൗണ്ട്. കിട്ടിയല്ലോ. ഇനി ദ ഡിഫറൻസ് ഗിവൺ ദ റിക്കവറി ഓഫ് ദ ആഡഡ് കമ്പോണൻറ്റ് ബിൽഡ് കോൺഫിഡൻസ് ഇൻ ദ മെത്തേഡ് ആക്യുറസി. സോ നമുക്ക് ഈ കിട്ടിയ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റി നമുക്ക് ഇന്ന് റിമൂവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആക്യുറസി നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നമ്മളൊരു സാധനം മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് മാറ്റുമ്പോൾ നമ്മൾ നോക്കും മറ്റേത് കിട്ടുന്നതിന് ആക്യുറസി കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളത്തിൽ പഞ്ചസാര, ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ആ ഒരു സ്പൂൺ പഞ്ചസാര തിരിച്ചെടുക്കുന്ന രീതി. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ് ഓഫ് ഇന്റേണൽ സ്റ്റാൻഡർഡൈസേഷൻ. ഇവിടെ എന്ന് വെച്ചാൽ ആഡ് എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് എ റെഫറൻസ് സബ്സ്റ്റൻസ് ടു നോൺ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റീരിയൽ ബീങ് അസൈഡ്. അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയലാണോ നമ്മൾ അസൈ ചെയ്യാൻ പോകുന്നത് അതിലൊരു നോൺ ക്വാണ്ടിറ്റിയുടെ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി നമ്മൾ വെക്കുക. അപ്പോൾ നോൺ ക്വാണ്ടിറ്റി ഉണ്ട്, അത് ഫിക്സഡ് ആയിരിക്കും. സോ നമ്മൾ അതാണ് അസൈ ചെയ്യാൻ പോകുന്നത്. പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ക്രൊമാറ്റോഗ്രാഫിക് ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് ഡിറ്റർമിനേഷൻ. സോ ക്രൊമാറ്റോഗ്രാഫിക്കും സ്പെക്ട്രോസ്കോപ്പിക് ഡിറ്റർമിനേഷനും നമുക്കൊരു നോൺ ഫിക്സഡ് ക്വാണ്ടിറ്റി റെഫറൻസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അസൈ ചെയ്യുന്ന രീതിയാണ് മെത്തേഡ് ഓഫ് ഇന്റേണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സോ സിമ്പിളാണ് ഇത്. നമുക്കൊരു അഡ്വാൻസ്ഡ് എറർ മിനിമൈസിങ് ടെക്നിക് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ സോഴ്സ് ഓഫ് ഇമ്പ്യൂരിറ്റി ആണ്. സോ എങ്ങനെ വരാം, സിന്തറ്റിക് പ്രോസസ്സ് അല്ലേ. നമ്മൾ ഒരുപാട് സിന്തറ്റിക് പ്രോസസ്സ് ചെയ്യാറുണ്ട്. സോ ആ സമയത്ത് വേണമെങ്കിൽ ഇമ്പ്യൂരിറ്റി എവിടെ നിന്ന് വേണമെങ്കിലും വരാം. സോ നമുക്ക് ഇമ്പ്യൂരിറ്റി നമുക്ക് അതിൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കാറുണ്ട്. സോ ഇവിടെ ഓടിച്ച് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇനി ഓർഗാനിക് ഇമ്പ്യൂരിറ്റി. സോ നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ മുതൽ ഫൈനൽ പ്രൊഡക്റ്റ് വരെ ഉണ്ടാകുന്ന സമയത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി റേസ് ആകാം, ഈ പ്രൊഡക്റ്റിൽ തന്നെ റേസ് ആകാം. സോ ഓർഗാനിക് ഇമ്പ്യൂരിറ്റി ആയി. ആൻഡ് ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റി നമുക്കറിയില്ല, മാനുഫാക്ചറിങ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടോക്സിറ്റി ഫോം ചെയ്യാനുള്ള റീസൺ, ഒരു എന്തെങ്കിലും ഡെറിവേറ്റീവ് ഒക്കെ കാരണത്താൽ ആകാം എന്നുള്ളതാണ് ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് ഓർഗാനിക് ഇമ്പ്യൂരിറ്റി ഇൻ ഡ്രഗ് സിന്തസിസ്. സോ നമുക്ക് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽസിലും ഇന്റർമീഡിയറ്റ് മെറ്റീരിയലിലും ബൈ പ്രൊഡക്റ്റുകളിലും ഒക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇമ്പ്യൂരിറ്റീസുകൾ കാണാം എന്നുള്ളതാണ്. അതെങ്ങനെയാകാം, ഒന്നെങ്കിൽ ഇനിഷ്യൽ കമ്പോണൻറ്റിൽ തന്നെ നമ്മുടെ റോ മെറ്റീരിയൽസ് തന്നെ ഇമ്പ്യൂരിറ്റീസുകൾ ആദ്യമേ ഉണ്ടായിരിക്കാം, അത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിലും കാണാം എന്നുള്ളതാണ്. ഇനി ഇൻ്റർമീഡിയറ്റ്സ് ആണ്. അതായത് നമ്മുടെ സിന്തസിസ് പ്രോസസ് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യാം, പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ബൈ പ്രൊഡക്റ്റ് ആണ്. അത് നമുക്ക് നിർബന്ധമല്ല, അല്ലെങ്കിൽ ഒരു അൺഇൻറ്റൻഡ് ആയിട്ട് ഏതെങ്കിലും ഒരു റിയാക്ഷൻ വരികയോ അല്ലെങ്കിൽ ഓവർ റിയാക്ഷൻ വരികയോ ഒക്കെ കാരണത്താൽ നമ്മൾ പോലും അറിയാതെ നമ്മളെപ്പോലും ബാധിക്കാതെ ഒരു റിയാക്ഷൻ വരികയും അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിൽ ഇമ്പ്യൂരിറ്റി ഫോം ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് ഡീഗ്രഡേഷൻ പ്രൊഡക്റ്റ് ആണ്. സോ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ടൈം കൂടുന്ന അനുസരിച്ചോ അല്ലെങ്കിൽ ബൈ ടൈമിൽ ഏതെങ്കിലും ടൈമിൽ കോമ്പൗണ്ട്സുകൾ ബ്രേക്ക് ഡൗൺ ആകാം. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം,
ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് ഫോം ചെയ്യാം. സോ ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസ് എവിടെയൊക്കെ ഫോം ചെയ്യാം, എങ്ങനെയൊക്കെ ഫോം ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. സിമ്പിളാണ്. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആണ്. സോ സിന്തറ്റിക് റൂട്ട്. സോ നമുക്കറിയാം നമുക്ക് ഇമ്പ്യൂരിറ്റി ഉണ്ടാവുന്ന എപ്പോഴും ഒരു ഏത് പോയിന്റിലാണ് നമുക്കറിയാം, നമ്മൾ പറഞ്ഞല്ലോ. സോ സിന്തറ്റിക് റൂട്ട് ഒരു മേജർ സിഗ്നിഫിക്കൻറ്റ് റൂട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിന്തസിസ് സമയത്ത് നമ്മൾ ഏത് മെത്തേഡ്സ് ആണ് ചൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന റൂട്ടുകളിൽ നമ്മൾ നോക്കുക ഏത് റൂട്ടാണ് നമ്മൾ മെത്തേഡ്സ് നമ്മൾ എടുക്കാൻ പോകുന്നത്, നമ്മൾ എപ്പോഴും നോക്കുക, സിഗ്നിഫിക്കൻ്റ് ആണ്. ആൻഡ് റിയാക്ഷൻ കണ്ടീഷനാണ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് അതർ പാരാമീറ്റേഴ്സും ഒക്കെ ഇമ്പ്യൂരിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇമ്പ്യൂരിറ്റി ആണ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നിർബന്ധമായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലും ഫൈനൽ പ്രൊഡക്റ്റിലും അത് ബാധിക്കാം. ആൻഡ് ഐസൊലേഷൻ പ്യൂരിഫിക്കേഷൻ ആണ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ, പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡ്സുകളൊക്കെ നമ്മളെപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം. അതനുസരിച്ച് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഫാക്ടേഴ്സ്. സോ സിന്തറ്റിക് റൂട്ട്, അത് മെത്തേഡ്സ്, റിയാക്ഷൻ കണ്ടീഷൻ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആൻഡ് ഐസൊലേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ആണ് വരുന്നത്. സോ ഇമ്പ്യൂരിറ്റി റെഗുലേഷൻ നമ്മൾ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. സോ ICH ആൻഡ് ഫാർമക്കോപ്പി ആൻഡ് റെഗുലേറ്ററി ഏജൻസീസ് ആണ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസിലെ റെഗുലേഷൻസും ഗൈഡ് ലൈൻസും നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന 3 ഓർഗനൈസേഷൻ, മേജർ ഓർഗനൈസേഷൻസ് ആണ് കേട്ടോ. സോ ICH നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് ഹാർമോണൈസേഷൻ എന്നാണ് പറയുന്നത്. അവർ ഓർഗാനിക്, ഇൻഓർഗാനിക് ആൻഡ് റെസിഡ്യുവൽ സോൾവൻസ് എന്ന രീതിയിൽ ഇമ്പ്യൂരിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫാർമക്കോപ്പി ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്പെസിഫിക് ലിമിറ്റ്സുകൾ വെച്ചിട്ടുണ്ട് ഇമ്പ്യൂരിറ്റീസിന്. ഇത്ര ലിമിറ്റ്സേ പാടുള്ളൂ, അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ റെഗുലേറ്ററി ഏജൻസീസ് ആണെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റുകൾ, ടോക്സിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ കൂടുതലും പറയുക. സേഫ്റ്റി, ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് പറയുക. സോ ICH എന്ന ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട് ഇമ്പ്യൂരിറ്റീസിന്റെ ഓർഗാനിക്, ഇൻഓർഗാനിക് ആൻഡ് റെസിഡ്യുവൽ സോൾവൻസ് എന്ന രീതിയിൽ പോകുന്നുണ്ട്. ഫാർമക്കോപ്പി ആണെങ്കിൽ സ്പെസിഫിക് ലിമിറ്റ്സുകൾ പറയുന്നത്, റെഗുലേറ്ററി ആണെങ്കിൽ സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. സോ നമുക്കറിയാം ഇമ്പ്യൂരിറ്റി ഉണ്ടാവുന്നത് എത്രത്തോളം നമ്മുടെ സേഫ്റ്റി ആയിക്കോട്ടെ, എഫിക്കസി ആയിക്കോട്ടെ, ക്വാളിറ്റി ആയിക്കോട്ടെ, റെഗുലേറ്ററി കംപ്ലയിൻസ്, സോ ഇതിനൊക്കെ ബാധിക്കുന്നതാണ്. സോ സേഫ്റ്റി, ഒരു മനുഷ്യൻ ഗുളി കഴിക്കുമ്പോൾ അത് ഇമ്പ്യൂരിറ്റി ഫ്രീ ആയിരിക്കണം, എഫിഷ്യൻസി തന്നെ ബാധിക്കരുത്, ക്വാളിറ്റിനെ ബാധിക്കരുത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോയിന്റ്സുകൾ, ചെക്ക് പോയിന്റ്സ് ആണ്. സോ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, നമ്മുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.